രാജ്യത്ത് കർഷകരും കർഷക തൊഴിലാളികളും സമരം തുടങ്ങിയിട്ട് ദീർഘകാലമായി. രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന 3 നിയമങ്ങൾക്കെതിരായ സമരമാണ് ഒരുപക്ഷെ കർഷകരുടെ സമരത്തെ കുറേക്കൂടെ പൊതുശ്രദ്ധയിലേക്കും ജനശ്രദ്ധയിലേക്കും ഒക്കെ കൊണ്ടുവന്നത്. അതിന് മുമ്പ് തന്നെ മഹാരാഷ്ട്രയിൽ വലിയ ലോങ് മാർച്ച് കർഷകർ നടത്തി, രാജസ്ഥാനിൽ വലിയ ലോങ് മാർച്ച് നടത്തി, മധ്യപ്രദേശിൽ വലിയ സമരം കർഷകർ നടത്തി. അതിൻ്റെയൊക്കെ തുടർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് കേന്ദ്ര സർക്കാർ പുതുതായിട്ട് 3 നിയമങ്ങൾ കൊണ്ടുവന്ന് കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ഒക്കെ താല്പര്യങ്ങളെ ഹനിക്കുന്ന വിധത്തിൽ കൃഷിഭൂമി ഒരുപക്ഷെ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുത്തുന്ന വിധത്തിലൊക്കെ ഉള്ള നിയമനിർമ്മാണത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നത്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരുപക്ഷെ ഐതിഹാസികമായൊരു സമരം രാജ്യത്തെ പല കർഷക സംഘടനകളുടെ കൂട്ടായ്മ ഒരുമിച്ച് നടത്തി. ഡൽഹി അതിർത്തിയിൽ തമ്പടിച്ചുകൊണ്ട് രാജ്യ തലസ്ഥാനത്തേക്ക് കടന്നു കയറിക്കൊണ്ടൊക്കെ വലിയ സമരം. ആ സമരത്തെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ, ആ സമരത്തെ കണ്ടില്ല എന്ന് നടിക്കാനുള്ള ശ്രമങ്ങൾ, ആ സമരം ജനങ്ങളുടെ മുമ്പിൽ എത്താതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ നടത്തി. പക്ഷേ ഏറ്റവും ഒടുവിൽ ആ സമരത്തിന് വഴങ്ങേണ്ടി വന്നു. കേന്ദ്ര സർക്കാരിന് 3 നിയമങ്ങളും പിൻവലിക്കേണ്ടിയും വന്നു. പക്ഷെ അവിടെ കർഷകർ സമരം അവസാനിപ്പിച്ചില്ല. അവർ ദീർഘകാലമായി മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് വരെ സമരം തുടരും എന്നവർ പ്രഖ്യാപിച്ചു. ആ സമരം ഇപ്പോഴും തുടരുന്നുണ്ട്. ഒന്ന്, കുറഞ്ഞ താങ്ങുവില ഉറപ്പാക്കുന്ന നിയമനിർമ്മാണം നടത്തുക എന്നുള്ളതാണ് കർഷകരുടെ അവരെ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. മറ്റൊന്ന് കടാശ്വാസമാണ്. കടം എഴുതിത്തള്ളൽ ഉൾപ്പെടെയുള്ള കടാശ്വാസ പദ്ധതികൾ നടപ്പാക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന്, കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും രാജ്യവ്യാപകമായി പെൻഷൻ ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. മറ്റൊന്ന്, അടിക്കടിയുള്ള വൈദ്യുതി നിരക്ക് വർധന അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. കർഷകർക്കുള്ള വൈദ്യുതി നിരക്ക് നിജപ്പെടുത്തുക എന്നുള്ള ആവശ്യമാണ് മറ്റൊന്ന് ഉന്നയിക്കുന്നത്. അങ്ങനെ പല ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കർഷകർ, അതായത് രാജ്യത്തെ പൊതു വളർച്ചയിലേക്ക് കർഷകർ നൽകുന്ന സംഭാവനയ്ക്ക് ആനുപാതികമായ പരിഗണന കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും ഒക്കെ ലഭിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള സമരം തുടരുന്നു. ഈ തുടരുന്ന സമരത്തിനിടയിൽ ഈ സമരത്തെ മുൻകാലത്ത്, പ്രത്യേകിച്ച് ഈ 3 നിയമങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നപ്പോൾ നടത്തിയ സമരത്തെ പിന്തുണച്ച ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തന്നെ ഈ സമരത്തിന് എതിരെ പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ നടത്തിയ, ശംഭൂലും ഖനോരിയിലും നടത്തിയ സമരങ്ങൾക്കെതിരെ പോലീസ് നടപടിയെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവിടെ അവർ കെട്ടിയുയർത്തിയിരുന്ന സമരപ്പന്തലുകളൊക്കെ ഇടിച്ചു നിർത്തിക്കൊണ്ട് ആ സമരത്തിൽ പങ്കെടുത്ത ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ ശക്തമായ നടപടി പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി നേതൃത്വത്തിലുള്ള ഭഗവന്ത് സിംഗ് മാനിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സ്വീകരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ പൊതുവിൽ ഈ കർഷക സമരങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അതിനോട് മുൻകാലങ്ങളിൽ അനുകൂല നിലപാട് സ്വീകരിച്ചവർ തന്നെ ഇപ്പോൾ അതിനെ എതിർക്കുന്ന നില സ്വീകരിക്കുന്നുണ്ടോ? മുൻകാലത്ത് ഈ സമരത്തിന് ഒരുമിച്ച് നിന്ന കർഷക സംഘടനകളെല്ലാം ഇപ്പോഴും യോജിച്ച് ഒരുമിച്ച് നിൽക്കുന്നുണ്ടോ? തുടർന്നങ്ങോട്ട് ശക്തമായ പ്രക്ഷോഭത്തിന് അവർ തയ്യാറെടുക്കുകയാണ്? ഇതാണ് നമ്മൾ സംസാരിക്കുന്നത്. മുൻകാലത്തും നമ്മൾ കർഷക സമരത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ നമുക്കൊപ്പം ഉണ്ടായിരുന്ന ഈ സമരത്തിൻ്റെ നേതൃനിരയിൽ സജീവമായുള്ള മലയാളി കൂടിയായ പി ടി ജോണാണ് നമുക്കൊപ്പമുള്ളത്. സ്വാഗതം. ഞാനിത് സംസാരിക്കുമ്പോൾ ആദ്യം എനിക്ക് അറിയേണ്ടത്, എന്തുകൊണ്ട് ഈ ആം ആദ്മി പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ ഈ സമരത്തിനെതിരെ ഒരു നിലപാടെടുത്തു എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. പ്രധാനമായിട്ട് എനിക്ക് ആദ്യം ചോദിക്കേണ്ടത് അതാണ്. ആം ആദ്മി പാർട്ടി സർക്കാർ ഉണ്ടാകുന്നതിന് മുമ്പ് ഒന്നാം കർഷക സമരത്തിന്റെ ഘട്ടത്തിൽ നമുക്ക് ഇലക്ട്രിസിറ്റി തരികയും നമുക്ക് കുടിക്കാൻ വെള്ളം തരികയും ഭക്ഷണം തരാൻ സഹായിക്കുകയും ഒക്കെ ചെയ്തത് ആം ആദ്മി പാർട്ടിയാണ്. കാരണം നമ്മളന്ന് ഡൽഹി ചലോ സമരം പ്രഖ്യാപിച്ച് കോർപ്പറേറ്റുകൾക്കെതിരായിട്ടുള്ള രൂക്ഷമായ പോരാട്ടവുമായി പഞ്ചാബിൽ നിന്ന് പുറപ്പെട്ട്, അമൃത്സറിൽ നിന്ന് പുറപ്പെട്ട് ഹരിയാനയും കടന്ന് ഡൽഹി അതിർത്തിയിൽ എത്തുമ്പോഴാണ് ഡൽഹി പോലീസും സംഘവും നമ്മളെ തടയുന്നത്. അങ്ങനെയാണ് അന്ന് ഡൽഹി അതിർത്തികളിൽ സമരം ആരംഭിക്കേണ്ടി വന്നു. എവിടെ തടഞ്ഞെടുത്ത് സമരം ആരംഭിച്ചു. ഇത്തവണ നമ്മളെ പഞ്ചാബിൽ നിന്ന് ഹരിയാനയിലേക്ക് കയറാൻ സമ്മതിക്കാതെ പഞ്ചാബ് ഹരിയാന ബോർഡറിൽ കനോരിയിലും ശംഭുവിലും തടഞ്ഞു നിർത്തുകയാണ് ഉണ്ടായത്. അപ്പൊ അവിടെ തടഞ്ഞപ്പോ ആം ആദ്മി പാർട്ടിയാണ് ഞങ്ങളോട് ഉപദേശിക്കുന്നത്. ഇവരിങ്ങനെ വലിയ മതിലുമൊക്കെ കെട്ടി, വേലിയൊക്കെ കെട്ടി, പട്ടാളവും പോലീസുമായിട്ട് തല്ലും കൊല്ലയും ഒക്കെ ആയിട്ട് അക്രമവുമായിട്ട് ഇറങ്ങുമ്പോ നിങ്ങൾ ഇവിടെ സത്യാഗ്രഹം ആരംഭിക്കുക,
എവിടെ തടഞ്ഞോ തടഞ്ഞെടുത്ത് സത്യാഗ്രഹം ആരംഭിക്കുക എന്ന് പറഞ്ഞ് ഞങ്ങളെ ഉപദേശിച്ചതാണ് ആം ആദ്മി പാർട്ടി. അന്ന് ആം ആദ്മി പാർട്ടി അവിടെ അധികാരത്തിൽ എത്തിയിട്ടില്ല, പഞ്ചാബിൽ അധികാരത്തിൽ എത്തിയിട്ടില്ല. ഇപ്പോൾ പഞ്ചാബിൽ അധികാരത്തിൽ ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ ചർച്ചയ്ക്ക് ക്ഷണിച്ചത് MSP നിയമമാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ച കേന്ദ്ര ഗവൺമെന്റുമായി 2 തവണ നടത്തി, 3-ാം തവണ ചർച്ചയ്ക്ക് വേണ്ടി ചണ്ഡീഗഡിലേക്ക് ക്ഷണിച്ചു വരുത്തിയ കേന്ദ്രത്തിന്റെ കൃഷി വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, അദ്ദേഹത്തോടൊപ്പം പ്രഹ്ലാദ് ജോഷിയും പീയൂഷ് ഗോയലും 2 മന്ത്രിമാർ വേറെയും ഞങ്ങളുടെ ചർച്ചയിലുണ്ടായി, അവരുടെ ഉദ്യോഗസ്ഥന്മാരുണ്ടായി. കൂട്ടത്തിൽ പഞ്ചാബ് ഗവൺമെന്റിന്റെ 3 മന്ത്രിമാർ അന്ന് ആ ചർച്ചയിലുണ്ട്. അവരുടെ DGPയും ഇന്റലിജൻസുകാരും അവരുടെ ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള എല്ലാ പാരഫിനേറ്റിയും അന്ന് ആ ചർച്ചയിലുണ്ട്. ആ ചർച്ച അവസാനിച്ച് 1 മണിക്കൂർ കഴിയുമ്പോൾ മീഡിയയോട് ഞങ്ങൾ സംസാരിച്ച് ഓരോരുത്തരും ഞാൻ എൻ്റെ യാത്ര ഒരു മാരുതി സ്വിഫ്റ്റില് അതിർത്തിയിലേക്ക് പോകുന്നു. 10 മിനിറ്റിനുള്ളിൽ 2-3 വണ്ടികൾ വന്ന് ആ വാഹനം തടഞ്ഞിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക ചെയ്തു. അപ്പൊ ഞാൻ ചോദിച്ചവരോട്, നിങ്ങൾ ബോർഡർ സെക്യൂരിറ്റി ഏതെങ്കിലും കേന്ദ്ര സർക്കാർ പോലീസുകാരാണോ അറസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞു, അല്ല, ഞങ്ങൾ പഞ്ചാബ് പോലീസാണ്, പഞ്ചാബ് സർക്കാരിന്റെ നിർദ്ദേശമാണ് നിങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുചെല്ലാൻ. അപ്പൊ എന്റെ അടുത്ത ചോദ്യം, എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത്? അത് അവർക്കറിയില്ല. എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല. അറസ്റ്റ് ചെയ്ത് കൊണ്ടുചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആം ആദ്മി പാർട്ടി ഭരണത്തിലുണ്ടായിരുന്നില്ലാത്ത കാലത്തെ ആം ആദ്മി പാർട്ടി അല്ല പഞ്ചാബിൽ ഭരണത്തിൽ വന്നതോടുകൂടി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. വിളിച്ചു വരുത്തി ചർച്ച നടത്തി, ആ ചർച്ചയിൽ 3 മണിക്കൂർ, 11:30 മണിക്ക് തുടങ്ങിയ ചർച്ച 3:30 മണി വരെ നീണ്ടുനിന്ന ചർച്ച, 4 മണിക്കൂർ ചർച്ച കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോകുന്ന ആളുകളെ പഞ്ചാബ് സർക്കാരിന്റെ പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടുപോയി ഇങ്ങനെ ഒരു കമാൻഡോ ട്രെയിനിങ് സെന്ററിൽ കൊണ്ടിട്ട്, അപ്പോഴത്തേക്ക് ഏകദേശം 132 ആളുകൾ ഞങ്ങൾ പട്യാല സെൻട്രൽ ജയിലിലേക്ക് അവരെ എത്തിച്ചിട്ടുണ്ട്, 17 സ്ത്രീകളും. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ജയിൽ ജീവിതമാണല്ലോ, സെൻട്രൽ ജയിൽ ജീവിതമാണ്. അപ്പൊ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ അത്ഭുതപ്പെടുകയാണ്. ആം ആദ്മി പാർട്ടി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ആം ആദ്മി പാർട്ടി ഗവൺമെന്റ് ഈ റോൾ എടുത്തത് BJPക്ക് വേണ്ടിയാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് വരാം. ഒറ്റ കാര്യം, ഈ 2 കാര്യത്തിലേക്കും വരണം. ഒന്ന്, ഈ ജയിലിൽ എങ്ങനെയാണ് ഈ അറസ്റ്റാണോ അല്ലെങ്കിൽ ജുഡീഷ്യൽ റിമാൻഡാണോ, എന്താണ് സംഭവിച്ചത്, അത്തരം ഡീറ്റെയിൽസിലേക്ക് വരണം. ഒപ്പം ഈ ആം ആദ്മി പാർട്ടി BJPക്ക് വേണ്ടി റോൾ എടുക്കുന്നു എന്നുള്ള ആക്ഷേപത്തിലേക്ക്. അതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ കർഷക സമരത്തിന് ഏറ്റവും അധികം പിന്തുണ, ഇപ്പോൾ കഴിഞ്ഞ സമരത്തിന് 2020 സമരത്തിന് ഏറ്റവും അധികം പിന്തുണ ലഭിച്ച സംസ്ഥാനങ്ങളിലൊന്ന് പഞ്ചാബായിരുന്നു. പഞ്ചാബിലെ കർഷകരാണ് ഈ സമരത്തിന് മുന്നിൽ നിന്ന് നയിച്ച ആളുകൾ. കർഷകർക്ക് വലിയ സ്വാധീനം അവിടെ ഉണ്ട്. അവിടുത്തെ രാഷ്ട്രീയ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നാൽ പോലും കർഷകരുടെ പിന്തുണ വളരെ പ്രധാനപ്പെട്ടതുമാണ്. അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ടായിരിക്കും ഈ ആം ആദ്മി പാർട്ടി ഇങ്ങനെ ഈ സമരത്തിനെതിരെ ഒരു നടപടി എടുക്കാനുള്ള ഒരു കാരണം എന്തായിരിക്കും? ഒന്ന്, കഴിഞ്ഞ അവിടുത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പ് കാലത്ത് 17 കർഷക സംഘടനകളുടെ നേതാക്കന്മാർ അവിടെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി. അവരുടെ സംഘടനയിൽപ്പെട്ട ആളുകൾ പലരും നോമിനേഷൻ കൊടുത്തു. അപ്പൊ അന്നുണ്ടായിരുന്ന സംയുക്ത കിസാൻ മോർച്ച, ആദ്യത്തെ സമര സംവിധാനങ്ങൾ പിന്നീട് രൂപപ്പെട്ടു വന്ന് സംയുക്ത കിസാൻ മോർച്ച എന്നൊരു പ്ലാറ്റ്ഫോം കോമൺ ആയിട്ട് രൂപപ്പെട്ടു വന്നല്ലോ, എല്ലാ കർഷക സംഘടനകളും ചേർന്ന്. അപ്പൊ ആ സംയുക്ത കിസാൻ മോർച്ചയുടെ പൊതുവായ ദർശനം എന്ന് പറയുന്നത്, രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുക, MLA ആവുക, മന്ത്രിയാവുക, അധികാരത്തിലേക്ക് പോവുക എന്നൊന്നും പറയുന്നത് സംയുക്ത കിസാൻ മോർച്ചയുടെ നയമല്ല. ആരധികാരത്തിൽ വന്നാലും അധികാരത്തിൽ വരുന്നവരോട് സമരം ചെയ്ത് അവകാശം നേടിയെടുക്കുക എന്നുള്ളതാണ് സംയുക്ത കിസാൻ മോർച്ചയുടെ നയം. ആ തരത്തിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്നത്
തത്വത്തിൽ അംഗീകരിച്ചിട്ടുള്ള SKMന്റെ നയത്തിന് വിരുദ്ധമായിട്ടാണ് ഈ 17 ആളുകൾ, 17 നേതാക്കന്മാരാണ് അന്ന് അവിടെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി മത്സരിച്ചത് എന്നുള്ളത് കൊണ്ട് ആ വിഷയം SKMന്റെ കോർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവരെ എല്ലാവരെയും SKMൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു. ആദ്യത്തെ ഘട്ടം. ആ ഇലക്ഷനിൽ അവർ മത്സരിച്ചു. നിരവധിയായ SKM നേതാക്കന്മാര് പിന്നെ 8 നിലയിൽ പൊട്ടി. ആർക്കും കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല. സമരത്തിന്റെ ഒരു ഒരു ഓളത്തിനകത്ത് അവർക്കൊക്കെ വലിയ വോട്ട് കിട്ടുമെന്നും ജയിക്കുമെന്നും MLA ആവുമെന്നും ഒക്കെ ധരിച്ചുകൊണ്ടാണ് അവർ നോമിനേഷൻ കൊടുക്കുകയും മത്സരിക്കുകയും ചെയ്തതെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും അവർക്കൊന്നും ഒരു പരിഗണനയും തെരഞ്ഞെടുപ്പുകളിൽ വേണ്ട രീതിയിൽ കിട്ടിയില്ല. അത് കഴിഞ്ഞ് വീണ്ടും പിന്നെ നമ്മള് ഈ അവരൊക്കെ അപ്പീൽ ചെയ്തു, ഞങ്ങള് തിരിച്ച് SKMൽ എടുക്കണം, തെറ്റുപറ്റി, SKM നയത്തിനെതിരായി മത്സരിച്ചു പോയി, ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപേക്ഷയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോ വീണ്ടും അവരെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഗതിയില് ചില ഉരസലുകളൊക്കെ ഉണ്ടായി. അപ്പോ അവരുടെ ഭാഗത്തു നിന്ന് ഒരു ആർഗ്യുമെന്റ് കൂടി, അതായത് രാഷ്ട്രീയ പാർട്ടികളുടെ കർഷക സംഘടനകൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരും ഒക്കെ ഇതിനകത്തുണ്ടല്ലോ, പിന്നെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് മാത്രം ഒരു വിഷയമായിട്ട് നിങ്ങൾ എടുത്ത് ഞങ്ങളെ പുറത്താക്കി എന്നിട്ടുള്ള ആ തരത്തിലുള്ള സംഗതികളൊക്കെ വന്നു. എന്തായാലും അതിന്റെയൊക്കെ പരിണിത ഫലമായി സംഭവിച്ചതെന്ന് വെച്ചാൽ SKM പൊളിറ്റിക്കൽ ആൻഡ് SKM നോൺ പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള 2 തരത്തിൽ അത് വിഭജിക്കപ്പെട്ടു. ജഗ്ജിത് സിംഗ് ഖല്ലേവാളിന്റെ നേതൃത്വത്തിൽ SKM നോൺ പൊളിറ്റിക്കൽ രൂപപ്പെട്ടു. SKM നോൺ പൊളിറ്റിക്കലും ഒന്നാം കർഷക സമരത്തിലും ഒറ്റയ്ക്ക് നിന്ന് പൊരുതുകയും ഒറ്റയ്ക്ക് നിന്ന് തന്നെ നരേന്ദ്രമോദിയെ പഞ്ചാബിൽ ഇറങ്ങാൻ അനുവദിക്കാതെ കാലുകുത്താൻ അനുവദിക്കില്ല നരേന്ദ്രമോദി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ തിരിച്ചു പറഞ്ഞയച്ച സംഘടന കിസാൻ മസ്ദൂർ സംഘർഷ് സമിതിയാണ്, സൽവൻ സിംഗ് പന്തേറിന്റെ നേതൃത്വത്തിൽ. ആ സൽവൻ സിംഗ് പന്തേറിന്റെ നേതൃത്വത്തിലുള്ള കിസാൻ മസ്ദൂർ സംഘർഷ് സമിതി ദല്ലേവാളിനോടൊപ്പം കിസാൻ മസ്ദൂർ മോർച്ച എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ഈ സമരത്തിലേക്ക് വന്നു. അപ്പോ ഈ ഒന്നാം കർഷക സമരത്തിൽ ഉണ്ടായിരുന്ന സംഘടനകളിൽ പലരും SKM രാഷ്ട്രീയമായി ബന്ധമുള്ള ആളുകൾ ചേർന്നുകൊണ്ടുണ്ടാക്കിയ സംഘടന രണ്ടാം കർഷക സമരത്തിൽ എന്തോ തരത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. ഈ രണ്ടാം കർഷക സമരത്തിലേക്ക് വരുന്നതിന് കാരണം ഒന്നാം കർഷക സമരത്തിന്റെ കരാർ ബില്ലുകൾ പിൻവലിച്ചു കഴിഞ്ഞപ്പോ അമൃത്സർ ഗ്രൂപ്പും പഞ്ചാബ് കോർ കമ്മിറ്റിയും പറഞ്ഞു, ബില്ലുകൾ പിൻവലിച്ചപ്പോ സ്റ്റാറ്റസ് കോ മാത്രമേ ആയിട്ടുള്ളൂ, ഞങ്ങൾ ഈ സമരം പിൻവലിച്ച് പന്തൽ പൊളിച്ചു പോണമെന്നുണ്ടെങ്കിൽ MSPയുടെ കാര്യത്തിൽ തീരുമാനമെടുത്തേ പറ്റുള്ളൂ, അല്ലാതെ പോവില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അങ്ങനെ വാശി പിടിച്ചപ്പോ സമരം നീണ്ടു. പിന്നെയും ബില്ലുകൾ പിൻവലിച്ചു എങ്കിലും പാർലമെന്റ് വിളിച്ചുകൂട്ടി ബില്ലുകൾ പിൻവലിച്ചു എങ്കിലും സമരം നീണ്ടു. ആ ഘട്ടത്തിലാണ് അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രി മധ്യപ്രദേശിൽ നിന്നുള്ള അയാളുടെ പേര് ഞാൻ പറഞ്ഞു, SKMുമായിട്ട് വീണ്ടും ചർച്ച നടത്തി. ആ ചർച്ചയിൽ MSP ലീഗൽ ഗ്യാരണ്ടി നിയമം പാസ്സാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കരാർ ഒപ്പിട്ടു. ആ കരാർ ഒപ്പിട്ടതിന് ശേഷമാണ് സമരപ്പന്തലുകൾ പൊളിച്ച് ഹരിയാന അതിർത്തിയിൽ നിന്ന് എല്ലാവരും തിരിച്ചു പോകുന്നത്. അത് ഒപ്പിട്ട് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടും ഇതിനെക്കുറിച്ച് ഒരു ചർച്ചയും ഇല്ല. ഇതിനു വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 5 കർഷക പ്രതിനിധികളടങ്ങുന്ന കമ്മിറ്റി, 5 സർക്കാർ പ്രതിനിധികളടങ്ങുന്ന കമ്മിറ്റി. ഈ 5ഉം 5ഉം 10 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി രൂപപ്പെടുത്തുന്ന ഫോർമുലയുടെയും നിർദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിൽ MSPയുടെ ലീഗൽ ഗ്യാരണ്ടി ഉറപ്പുവരുത്തുന്ന നിയമം പാസാക്കും എന്നാണ് SKMുമായിട്ട് ഒപ്പിട്ട കരാർ. പക്ഷെ എന്നാൽ ആ കമ്മിറ്റി ഉണ്ടാക്കാൻ, അതിന്റെ ഒരു നടപടിയിലേക്ക് പോകുവാനും കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായില്ല.
ആ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവാതിരുന്നപ്പോൾ അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്താൻ SKM സാധിച്ചില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. അങ്ങനെ വന്നൊരു ഘട്ടത്തിലാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് ഗ്യാരണ്ടി ചെയ്യുന്ന നിയമം ഉറപ്പുവരാതെ, നിയമം പാസ്സാക്കാതെ ഇനി അടങ്ങിയിരിക്കാൻ പറ്റില്ല എന്നൊരു നിലയിലേക്ക് SKM നോൺ പൊളിറ്റിക്കലും കിസാൻ മസ്ദൂർ മോർച്ചയും തീരുമാനിക്കുന്നു. അവര് ഫെബ്രുവരി 13 2024 ഫെബ്രുവരി 13 ദില്ലി ചലോ, രണ്ടാം കർഷക സമരം ദില്ലി ചലോ എന്ന മുദ്രാവാക്യവുമായി അമൃത്സറിൽ നിന്ന് ഒരു ബാച്ച് ഓരോ സ്ഥലത്തു നിന്നായിട്ട് പുറപ്പെട്ടു. അമൃത്സറിൽ നിന്ന് പുറപ്പെട്ട സംഘത്തെ ശംഭു ബോർഡറിൽ ഹരിയാന ഗവൺമെന്റ് ബ്ലോക്ക് ചെയ്തു. വലിയ ഒരു 12 അടി ഹൈറ്റിലുള്ള മതില് കെട്ടിയുണ്ടാക്കി, അതിന് ചുറ്റും വേലി കെട്ടി. ഒരു വാഹനത്തിനും ഒരാൾക്ക് പോലും അതിലേക്ക് കടന്നു പോകാൻ പറ്റാത്ത തരത്തിലുള്ള ബ്ലോക്കേജ് ഉണ്ടാക്കി. ആ ബ്ലോക്കേഡ് വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞ ആം ആദ്മി പാർട്ടി നമ്മളോട് അവിടെ സത്യാഗ്രഹം ആരംഭിക്കാൻ പറയുന്നത്. ഇതേ സമയത്ത് ഇതേപോലെ തന്നെ കൻവരി ബോർഡറിൽ സംഭവിക്കുന്നു. അങ്ങനെ കൻവരി ബോർഡർ ജഗദീഷ് ജല്ലേവാളിന്റെ നേതൃത്വത്തിലുള്ള സമര ഗ്രൂപ്പ് അവിടെയും KM ഇവിടെയും ശംഭു ബോർഡറിലുമായി സത്യാഗ്രഹം ആരംഭിക്കുക. ആ സത്യാഗ്രഹം 400 ദിവസം പിന്നിട്ട് കഴിഞ്ഞിരുന്നു. ഏതെങ്കിലും ഒരു മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിൻബലത്തോടുകൂടിയല്ല ഈ കഴിഞ്ഞ 400 ദിവസവും ഈ സമരം നടന്നു പോയിട്ടുണ്ടായിരുന്നത്. ആ സമരം ജൈവികമായി, ഓർഗാനിക്കായി രൂപപ്പെട്ടു വന്ന കർഷകരുടെയും തൊഴിലാളികളുടെയും ഒരു മുന്നേറ്റമായിരുന്നു. അതിൽ മുദ്രാവാക്യം തന്നെ മോദി, അദാനി, അംബാനി, മുർദാബ. കോർപ്പറേറ്റ് രാജിനെതിരായിട്ടുള്ള സമരമാണ്. മോദിക്കെതിരായ സമരത്ത് എന്നതിനപ്പുറത്തേക്ക് കോർപ്പറേറ്റ് രാജിനെതിരായ സമരമായിരുന്നു ആ സമരം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ആ തരത്തിലാണ് നീങ്ങിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇത്രയും ശക്തമായി ഈ സമരം മുന്നോട്ട് പോയി എത്ര നീണ്ടാലും ഇവരിതില് വഴങ്ങില്ല അല്ലെങ്കിൽ പിരിഞ്ഞു പോകില്ല എന്നവർക്ക് ബോധ്യപ്പെട്ടപ്പോ കേന്ദ്ര ഗവൺമെന്റിന് ഈ സമരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തവണത്തെ ചർച്ചയിൽ എന്ന് പറഞ്ഞാൽ ചർച്ചയുടെ കാര്യങ്ങൾ ഞാൻ പിന്നെ എങ്ങനെയും ഈ സമരം അവസാനിപ്പിക്കാൻ വേണ്ടി അവർ ആം ആദ്മി പാർട്ടിയെ അവരുടെ ഒരു രഹസ്യ അജണ്ടയിലൂടെ ഓപ്പറേറ്റ് ചെയ്യാൻ തന്നെ വിചാരിക്കുന്നു. ഇതിങ്ങനെ നീണ്ടുപോയെന്ന് ആം ആദ്മി പാർട്ടി ഭരണകൂടം തന്നെ ഇതിങ്ങനെ നീണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പഞ്ചാബിൻ്റെ താല്പര്യങ്ങളെ ബാധിക്കുന്നു, പഞ്ചാബിലേക്കുള്ള ചരക്ക് ഗതാഗതത്തെ ബാധിക്കുന്നു, അത് അവർക്ക് പ്രയാസം ഉണ്ടാക്കുന്നു. യഥാർത്ഥത്തിലുള്ള സമരം കേന്ദ്ര സർക്കാരിനെതിരെയാണെങ്കിൽ കൂടി പഞ്ചാബിൻ്റെ താല്പര്യങ്ങളെ ഹനിക്കുകയാണ്. ആ നറേറ്റീവ് ഉണ്ടാക്കിയിട്ടാണല്ലോ സത്യം പറഞ്ഞ നടപടിയെടുക്കുന്നത്. അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ? അതിൽ കഴമ്പില്ലാഴിയില്ല. കാരണം ലുധിയാന ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഗ്രൂപ്പ് അല്ലെങ്കിൽ അവിടുത്തെ കച്ചവടക്കാരുടെ സമൂഹം അവര് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഒരു ദിവസം 1000 കോടി രൂപയുടെ നഷ്ടമാണ് ഈ ശംഭു ബോർഡറിൽ. അതായത് അമൃത്സർ ഡൽഹി നാഷണൽ ഹൈവേ, വലിയ നാഷണൽ ഹൈവേ അല്ലേ, ആ നാഷണൽ ഹൈവേയില് ഈ തടസ്സം നിൽക്കുന്ന കാരണം 1000 കോടി രൂപയുടെ നഷ്ടമാണ് വ്യവസായികൾക്കും വ്യാപാരികൾക്കും ഒക്കെ ആയിട്ട് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവർ പറയുന്നു. അപ്പൊ 1000 കോടി രൂപ വെച്ച് 400 ദിവസത്തെ നഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ നഷ്ടമായില്ലേ. ഇത് കച്ചവടക്കാരെ സംബന്ധിച്ച് മാത്രമാണ് ഈ നഷ്ടമെങ്കിൽ സ്റ്റേറ്റിനെ സംബന്ധിച്ച് സ്റ്റേറ്റിനും അതിനനുസരിച്ച് ആനുപാതികമായിട്ടുള്ള വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ടാവും. ഈ നഷ്ടത്തിന് കാരണക്കാർ കർഷകരല്ല എന്ന യാഥാർത്ഥ്യത്തെ കണ്ടെത്താൻ എന്താ തയ്യാറാവട്ടെ? ഞങ്ങൾ അവിടെ സമരം ചെയ്യാൻ വന്നവരല്ലല്ലോ, ഹരിയാന ബോർഡറിൽ സമരം ചെയ്യാൻ വന്നവരല്ല. ഞങ്ങൾ ഡൽഹിയിലേക്ക് യാത്ര ചെയ്ത് സമരം ചെയ്യാനായി തന്നെ കടന്നു വന്ന ഞങ്ങളെ ഹരിയാന ബോർഡറിൽ മതില് കെട്ടി തടഞ്ഞു നിർത്തി ഈ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കിയത്, ഈ വാഹനയാത്ര മുടക്കിയത് ഹരിയാന സർക്കാരാണ്. ആ ഹരിയാന സർക്കാരിനോട് നിങ്ങൾ ആ മതില് പൊളിക്ക്, ആ റോഡ് ക്ലിയർ ചെയ്ത് ഇവര് പൊക്കോട്ടെ എന്ന നില ആം ആദ്മി പാർട്ടി എടുക്കേണ്ടത്. ഞങ്ങളുടെ സമരം, കർഷക സമരം 2 ദില്ലി ചെലവാണ്. ആ ദില്ലി ചെലവ് മുദ്രാവാക്യവുമായി പോകുന്ന ഞങ്ങള് ഡൽഹിയുടെ പരിസരത്തേക്ക് അടുപ്പിക്കില്ല എന്നുള്ളത് കൊണ്ടാണ്
ഡൽഹിയിൽ ചർച്ചയ്ക്ക് പോലും കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങളെ വിളിക്കില്ല. ഗവൺമെന്റ് മന്ത്രിമാർ ഞങ്ങളോട് ചർച്ച ചെയ്യാനായിട്ട് ചണ്ഡീഗഡിലേക്ക് വരികയാണ്. ഇത്തവണ മാത്രമല്ല, കഴിഞ്ഞ 3 തവണയും അവർ ചണ്ഡീഗഡിൽ വന്നാണ് ഞങ്ങളോട് ചർച്ച ചെയ്യുന്നത്. ഓരോ തവണയും ഞങ്ങൾ പറയും ചർച്ച ഡൽഹിയിലാക്കാം, അവരും സമ്മതിക്കില്ല. കർഷകർ ഡൽഹിയിലേക്ക് വരികയേ വേണ്ട, സർക്കാർ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു കേന്ദ്ര സർക്കാർ സമീപനം നിൽക്കുമ്പോൾ ആ കേന്ദ്ര സർക്കാരിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി നിലപാടെടുക്കേണ്ട ആം ആദ്മി പാർട്ടി ഹരിയാന സർക്കാരിനോട് നിങ്ങൾ ഈ റോഡ് ബ്ലോക്ക് ചെയ്തതുകൊണ്ട് ഞങ്ങളുടെ സ്റ്റേറ്റിന് ഇത്ര നഷ്ടം ഉണ്ടായിട്ടുണ്ട്, ഞങ്ങളുടെ വ്യവസായികൾക്ക് ഇത്ര നഷ്ടം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആ റോഡ് ബ്ലോക്ക് ക്ലിയർ ചെയ്ത് എന്നല്ലേ പറയേണ്ടത്. അത് പറയാതെ നമ്മളെ അവിടെ സത്യാഗ്രഹത്തിനും ധർണയ്ക്കും ഇരുത്തിയ ആളുകൾ തന്നെ അവിടെ സർവൻ സിംഗ് പന്തേൽ ഉൾപ്പെടെ ജഗദീഷ് സിംഗ് ജലേവാൾ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്, എങ്ങോട്ടും അറിയാതെ കൊണ്ടുപോവാണ്. റൈറ്റ്. അത് പറയുമ്പോൾ ഇപ്പോൾ ഈ ലുധിയാനയിൽ ഇപ്പോൾ ലുധിയാന പഞ്ചാബ് സർക്കാരിന് നഷ്ടങ്ങളുണ്ടാകുന്നു എന്ന ന്യായം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സമരത്തിനെതിരെ നടപടിയെടുക്കുമ്പോൾ അത് ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ താല്പര്യം പരിഗണിക്കുകയാണ്, അല്ലെങ്കിൽ അതുകൂടെ കണക്കിലെടുത്തിട്ടുള്ളൊരു നടപടിയാണ് ആം ആദ്മി പാർട്ടി സർക്കാർ എടുത്തത്. അതർവൈസ് ഈ സമരത്തിന് വേണ്ട സഹായം ചെയ്തു കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ സമരം ഡൽഹിയിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു അവസരം ഉണ്ടാക്കുകയോ ചെയ്യാതെ ഇതിവിടെ തന്നെ കൺഫൈൻ ചെയ്യുകയും അതുവഴി ഞങ്ങൾക്ക് നഷ്ടമുണ്ടാകുന്നു എന്നുള്ള ഒരു ന്യായം മുൻനിർത്തി ഇതൊരു എന്താ പറയുക, പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ളൊരു ഡീലിൻ്റെ ഭാഗമാണ് എന്നാണ് കർഷക സംഘടനകൾ കരുതുന്നത്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ മിനിഞ്ഞാന്ന് പഞ്ചാബിലെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും മാത്രമല്ല പഞ്ചാബിലെ പ്രധാനപ്പെട്ട എല്ലാ ആം ആദ്മി നേതാക്കന്മാരുടെയും ഓഫീസുകളുടെയും വീടുകളുടെയും മുമ്പിലുമായിട്ട് ധർണയും റാലികളും നടന്നിട്ടുണ്ട്. അത് സ്പെസിഫിക് ആയിട്ട് ആം ആദ്മി പാർട്ടിക്കെതിരായി തന്നെയാണ് ഞങ്ങൾ തിരിഞ്ഞിട്ടുള്ളത്. ഇതിന്റെ കാര്യം ഇവർക്ക് ഇതിനകത്തൊരു ചെറിയ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ലാഭത്തിന്റെ പ്രശ്നമാണ്. അതായത് ലുധിയാനയിൽ ഒരു ബൈ ഇലക്ഷൻ നടക്കാൻ പോകുന്നു. ലുധിയാന വെസ്റ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു ബൈ ഇലക്ഷൻ നടക്കാൻ പോകുന്നു. ലുധിയാനയിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്. അപ്പൊ ഈ ബൈ ഇലക്ഷനിൽ ആം ആദ്മിക്ക് അവിടെ ജയിച്ചു വരാൻ കർഷകർക്കെതിരായി ഈ റോഡ് ബ്ലോക്ക് ചെയ്ത് സമരം ചെയ്ത് 1000 കോടി രൂപ കച്ചവടക്കാർക്കും ട്രേഡേഴ്സിനും നഷ്ടമുണ്ടാക്കിയിട്ടുള്ള ആളുകൾക്കെതിരായി ആം ആദ്മി പാർട്ടി നിലപാടെടുത്ത് റോഡ് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. അതുവഴിയായി ഈ വ്യവസായി വ്യാപാരി വിഭാഗത്തിന് അവരുടെ അനുകൂലമായ സമീപനം ആം ആദ്മിക്ക് കിട്ടും, അങ്ങനെ ആ അസംബ്ലി തെരഞ്ഞെടുപ്പ് ജയിക്കാം എന്ന ഒരു ദുരുദ്ദേശം ഇതിനകത്തുണ്ട് എന്നുകൂടിയാണ് ഞാൻ പഞ്ചാബുകാരുടെ വർത്തമാനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇപ്പൊ നടക്കാൻ പോകുന്ന ഈ ലുധിയാന വെസ്റ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലെ തെരഞ്ഞെടുപ്പ് ബൈ ഇലക്ഷൻ, ആ ബൈ ഇലക്ഷന്റെ റിസൾട്ട് അവർക്ക് അനുകൂലമാകാൻ വേണ്ടി, അങ്ങനെയാണെങ്കിൽ അത്ര ചെറിയൊരു കാര്യത്തിന് വേണ്ടിയാണ് ഇത്ര വലിയ ഒരു പോരാട്ട മുഖം കംപ്ലീറ്റ് അടിച്ചുപൊളിച്ച് തകർക്കുകയാണ്. ഒരു രാത്രി കൊണ്ട് ഞങ്ങളെ പിടിച്ച് 28 നേതാക്കന്മാരെയും ബാക്കി 434 ആളുകളെയും സമരകേന്ദ്രങ്ങളിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി ലോക്കപ്പ് ചെയ്യുകയും ജയിലിലിടുകയും ചെയ്തതിനു ശേഷം ദ ഹോൾ നൈറ്റ് JCBയും കിട്ടാവുന്ന എല്ലാത്തരം യന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവിടെ അടിച്ചു പൊളിക്കുകയും കർഷകരുടെ ട്രോളി, ട്രാക്ടർ അവര് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന 400 ദിവസമായില്ലേ, റെഫ്രിജറേറ്റർ ഉണ്ടായിരുന്നു, ഹീറ്റർ ഉണ്ടായിരുന്നു, ഒരുപാട് ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു, ഈവൻ വാഷിംഗ് മെഷീൻ, വസ്ത്രം വാഷ് ചെയ്യാനുള്ള വാഷിംഗ് മെഷീൻ ഉൾപ്പെടെ സമരകേന്ദ്രത്തിൽ ഉണ്ടായിരുന്നതാണ്. അങ്ങനെ ആ 2 സമര കേന്ദ്രങ്ങളും സമ്പൂർണമായി രാത്രി തുടങ്ങി പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോഴത്തേക്കാണ് അടിച്ചു പൊളിച്ച് ക്ലിയർ ചെയ്ത് മാറ്റിയത്. അപ്പോഴും ഈ സമരകേന്ദ്രം ആം ആദ്മി പാർട്ടി സർക്കാർ അടിച്ചു പൊളിച്ച് ക്ലിയർ ചെയ്ത് കഴിയുമ്പോഴും ഹരിയാന സർക്കാർ കെട്ടിയുണ്ടാക്കിയ മതിലും വേലികളും പൊളിച്ചു തീർക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്രയേറെ ഒബ്സ്ട്രക്ഷൻസ് ആണ് ഹരിയാന സർക്കാർ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, ഹരിയാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടി. അങ്ങനെ അത് ക്ലിയർ ചെയ്ത് എടുക്കാൻ ഇത്തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ നടത്താൻ ഇവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാതെ എങ്ങനെയാ നടക്കണേ? റൈറ്റ്. അത് പറയുമ്പോൾ ഇപ്പോൾ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചല്ലോ ഈ ലുധിയാന ഉപതെരഞ്ഞെടുപ്പ് അതിൽ ജയിക്കുക എന്നുള്ളൊരു ഹ്രസ്വകാല ലക്ഷ്യം അവർക്കുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ ആ ലക്ഷ്യത്തോടുകൂടിയാണ് ശ്രമിക്കുന്നത് എങ്കിൽ
ഈ കർഷകർ എന്ന് പറഞ്ഞാൽ വലിയ കമ്മ്യൂണിറ്റിയാണ്, പ്രത്യേകിച്ച് പഞ്ചാബിനെ സംബന്ധിച്ച് വലിയ സ്വാധീനമുള്ള കമ്മ്യൂണിറ്റിയാണ്. അവരുടെ ദീർഘകാല ആവശ്യങ്ങളെ തള്ളിക്കളയുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന രാഷ്ട്രീയമായ തിരിച്ചടി ആം ആദ്മി പാർട്ടി മുന്നിൽ കാണുന്നുണ്ടാവില്ലേ? അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഈ കർഷക സംഘടനകൾ ലുധിയാന അവരുടെ ശക്തി പൊളിറ്റിക്കലായി ഉപയോഗിക്കുന്നത്, തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിക്കാതിരിക്കുന്നു, അല്ലെങ്കിൽ ഉപയോഗിച്ചില്ല വേണ്ട പോലെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കർഷക സംഘടന നേതാക്കൾ മത്സരിച്ചു, കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല. അപ്പോൾ ഇവർക്ക് ഇത്രയേ തെരഞ്ഞെടുപ്പ് ചെയ്യാൻ കഴിയുള്ളൂ എന്നൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണോ ഈ നടപടികളൊക്കെ ഉണ്ടാകുന്നത്? അതിന് സാധ്യതയുണ്ട്. കാരണം പൊളിറ്റിക്കലായിട്ട് ഇപ്പൊ ഒരു രാഹുൽ ഗാന്ധി സമരകേന്ദ്രത്തിൽ ചെന്നാലും വി ടി ജോൺ ചെന്ന പോലെയുള്ള ഒരു സമീപനം മാത്രമേ അവിടെയുള്ള ആളുകൾ സ്വീകരിക്കുള്ളൂ. ഏത് രാഷ്ട്രീയ നേതാവ് വന്നു എന്നുള്ള ആ രാഷ്ട്രീയ നേതാവിന് ഒരു പ്രാധാന്യം കൊടുക്കുന്ന രീതി സമരകേന്ദ്രത്തിൽ എടുക്കാറില്ല. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനോ ആ രാഷ്ട്രീയ പാർട്ടിയുടെ മുഖത്തിനോ പ്രാധാന്യം കൊടുക്കാതെ അവര് കർഷക സംഘടനകളെ ബഹുമാനിക്കും. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും കർഷക സംഘടനയെ ബഹുമാനിക്കും, ആ കർഷക സംഘടനകൾക്ക് സ്വീകാര്യതയും കൊടുക്കും. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവിനെയും സ്വീകരിക്കുക എന്ന് പറയുന്ന സമീപനം കർഷക സമരത്തിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ രണ്ടാം കർഷക സമരത്തില് സ്പെസിഫിക് ആയിട്ട് അത് ആ തരത്തിൽ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒന്നാം കർഷക സമരത്തിൽ അതൊരു അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരു തലത്തിലാണ് കൊണ്ടുപോയത്. രണ്ടാം കർഷക സമരത്തിൽ കർഷകരും തൊഴിലാളികളും അടങ്ങുന്ന ആദിവാസി ഗ്രൂപ്പുകളും അടങ്ങുന്ന ഒരു മൂവ്മെന്റ് ആയിട്ടല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും കർഷക സംഘടനകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ നേതാക്കളെയും അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇത് എങ്ങനെയാണ്? ഇത് പല റിപ്പോർട്ടുകളും വായിക്കുമ്പോൾ കുറേ പേരെ തടഞ്ഞു വെച്ചു, കുറേ പേരെ തടഞ്ഞു വെച്ചതിന് ശേഷം പിന്നീട് മോചിപ്പിച്ചു, കുറേ പേരെ ജയിലിലേക്ക് മാറ്റി, അവരുടെ പോലും അറസ്റ്റ് റെക്കോർഡ് ചെയ്തിരുന്നില്ല എന്നുള്ള ആക്ഷേപം വരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ നേതാക്കൾക്ക് ഏത് വിധത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയത്? ഈ ചർച്ചയിൽ ശിവരാജ് സിംഗ് ചൗഹാൻ ഏതെങ്കിലും തരത്തിൽ ഒരു രമ്യതയിലാക്കി മുന്നോട്ട് പോകണം എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചു തുടങ്ങും. പ്രഹ്ലാദ് ജോഷി ആണെങ്കിൽ കേന്ദ്ര സർക്കാർ ചെയ്തു തന്ന പ്രയോജനങ്ങൾ, ഇങ്ങനെ PM സമ്മാൻ നിധി, മറ്റേ ഫസൽ ഭീമ യോജന, അങ്ങനെ ചെയ്ത കാര്യങ്ങളുടെ കുറെ കഥകൾ അങ്ങേരും പറയും. ഞങ്ങൾ ചർച്ചയിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ഞങ്ങൾ ചോദിച്ചിട്ട് അല്ലല്ലോ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യുന്നത്. അതൊന്നും ഞങ്ങളുടെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയാ. ഞങ്ങളുടെ ചോദ്യം, ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് ഉൽപാദന ചെലവിന് ആനുപാതികമായി അതിന് മിനിമം സപ്പോർട്ട് പ്രൈസ് നിയമപരമായി നടപ്പാക്കുക എന്ന ഞങ്ങളുടെ ഡിമാൻഡ്. ആ ഡിമാൻഡിനെ കുറിച്ച് നിങ്ങൾ പറയുക. നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല, പക്ഷെ അതൊന്നും ഞങ്ങളുടെ ആവശ്യപ്രകാരമല്ല. ഞങ്ങളുടെ ആവശ്യപ്രകാരമുള്ള കാര്യം, ഞങ്ങളുടെ ഉൽപ്പന്നത്തിന് മിനിമം ഒരു സെല്ലിംഗ് പ്രൈസ് എങ്കിലും ഉണ്ടാവും. പ്രൊക്യൂർമെന്റ് എല്ലാത്തിനും വേണമെന്ന് ഞങ്ങൾ പറയുന്നില്ലല്ലോ. എല്ലാ സാധനങ്ങളും നിങ്ങൾ പ്രൊക്യൂർ ചെയ്യണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ ഞങ്ങൾ ഉൽപാദന ചെലവിന് ആനുപാതികമായി സ്വാമിനാഥൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ നടപ്പാക്കണം, അത്രയും ഞങ്ങൾ പറയുന്നു. അത് ഇംപ്രാക്ടിക്കൽ എന്നാണ് പീയൂഷ് ഗോയലിന്റെ വാദം. ആ ഇംപ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഇംപ്രാക്ടിക്കൽ നിങ്ങൾ പറയുന്നില്ല? പുതിയ ഫോർമുല വെക്കാൻ പുള്ളി പറയുക. ഞങ്ങൾ സാധാരണ കൃഷിക്കാരെങ്ങനെ പുതിയ ഫോർമുല വെക്കുക? സ്വാമിനാഥൻ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭരണഘടനാപരമായി നിശ്ചയിക്കപ്പെട്ട നാഷണൽ ഫാമേഴ്സ് കമ്മീഷൻ വളരെ വിശദമായ പഠനം നടത്തി 1.25 വർഷക്കാലം ഇന്ത്യ മുഴുവൻ നടന്ന് ഓർഗാനിക് ഫാമിംഗ്, ബയോഡൈനമിക് ഫാമിംഗ്, നാച്ചുറൽ ഫാമിംഗ്, കെമിക്കൽ ഫാമിംഗ് തുടങ്ങി എല്ലാത്തരം ഫാമിങ്ങുകളെ കുറിച്ചും എല്ലാത്തരം ഫാം പ്രോഡക്ട്സുകളെ കുറിച്ചും അതിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ കുറിച്ചുമുള്ള പഠനം നടത്തി വളരെ വിശദമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിൽ സമർപ്പിച്ചു. അതിന് സ്വീകരിക്കേണ്ട ഫോർമുല എന്താണെന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെക്കാൾ യോഗ്യനായ വേറൊരാൾ ഇന്ന് അത്തരത്തിൽ ഒരു കമ്മീഷനായിട്ട് വന്ന് വീണ്ടും ഒരു ഫോർമുല ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ മാതിരി ചർച്ചകളും ഒരു ചർച്ചയ്ക്കപ്പുറത്തേക്ക് ഒരു തരം ഡിബേറ്റ് ആയിട്ട് പീയൂഷ് ഗോയൽ അങ്ങനെയാണല്ലോ, ബൈലാറ്ററൽ മൾട്ടിലാറ്ററൽ എഗ്രിമെന്റുകൾക്ക് വേണ്ടി നടത്തുന്ന ഒരു സ്ട്രാറ്റജിസ്റ്റ് മാത്രമായതുകൊണ്ടും കർഷകർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണം എന്ന് യാതൊരു താല്പര്യവും ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം ഇത് ചർച്ചയ്ക്കപ്പുറത്തേക്ക് ഒരു ഡിബേറ്റ് ആയിട്ട് കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ അന്നും അവസാനം ഒരു കലുഷമായ സ്ഥിതിയിലെത്തുകയും ചർച്ച അടുത്ത 4-ാം തീയതി, മെയ് മാസം 4-ാം തീയതിയിലേക്ക് തീരുമാനിക്കുകയാണ്. പഞ്ചാബിലെ നേതാക്കന്മാർക്ക് പഞ്ചാബ് മന്ത്രിമാരോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ ഇവരെ ഒന്ന് സീ ഓഫ് ചെയ്തിട്ട് തിരിച്ചു വരാം,
അങ്ങനെ കേന്ദ്രമന്ത്രിമാരെ അവർ കൊണ്ടുപോയി താഴെ പോയി COP ചെയ്ത് തിരിച്ചു വന്നതിന് ശേഷം അവരുമായി പഞ്ചാബ് നേതാക്കന്മാർ സംസാരിക്കാനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. അത് സംബന്ധിച്ച് വളരെ റീസണബിൾ ആയിട്ട് സെറ്റിൽമെന്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ തീരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 4-4:15 ഹോള് വിട്ട് പുറത്തിറങ്ങി. മീഡിയയോട് സംസാരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഒരു കൺസെൻസസ് എല്ലാവരുടെയും തുടർന്നുണ്ടായി. ഈ ചർച്ചയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറപ്പെടുന്നു. ഓരോരുത്തരും പാണ്ഡ്യൻ ഫ്ലൈറ്റ് പിടിക്കാനായിട്ട് അയാള് ട്രിച്ചിയിൽ നിന്നാണ് വന്നത്. തിരിച്ചു പോകാനായിട്ട് അയാള് കിസാൻ ഭവനിലാണ് താമസിക്കുന്നത്. അവിടെ പോയി അയാളെ ബാഗ് എടുത്ത് പോകാനായിട്ട് അവിടേക്ക് പോയി. അവിടെ ഒരു രാവിലെ മുതൽ ഇരിക്കല്ലോ, ഒരു സാധനം ഭക്ഷണം കഴിച്ചില്ല. ഇവര് തരുന്ന ഒരു ഭക്ഷണവും ഞങ്ങൾ കഴിക്കാറില്ല. ചായയോ കാപ്പിയോ ഭക്ഷണമോ ഒന്നും ഞങ്ങൾ ഈ ചർച്ചയ്ക്കിടയിൽ അവരൊക്കെ നല്ല ആഹാരം കഴിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഞങ്ങളൊന്നും തൊടാറില്ല. ഞങ്ങളുടെ നിലപാടുണ്ട്. ആ നിലപാട് ഒന്ന് ജഗദീഷ് സിംഗ് ദല്ലേവാൾ സമ്പൂർണമായി നിരാഹാരം, മരണം വരെ നിരാഹാരം പ്രഖ്യാപിച്ച് സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞങ്ങളുടെ സമര നേതാവ് ഒരാൾ അവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ അതിനു മുമ്പും ഞങ്ങൾ പിന്നെ ഈ സർക്കാരിന്റെ ഒരു ഔപചാരിക ഭക്ഷണവും വേണ്ട എന്ന് തീരുമാനിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇയാള് പാണ്ഡ്യൻ അവിടെ ഭക്ഷണം കഴിക്കാൻ പിന്നെ കിസാൻ ഭവനിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു 10-25 പോലീസ് വണ്ടിയും പിന്നെ 100 പോലീസുകാരും വന്നിട്ട് കംപ്ലീറ്റ് കിസാൻ ഭവൻ വളഞ്ഞിട്ട് ഇയാളെ പിടിച്ച് ഇയാളുടെ ബാഗും സാധനവും വണ്ടിക്ക് കൊണ്ടുപോകുക. ഇതൊന്നും നമ്മളറിയില്ല. ഒറ്റക്കെട്ടൊക്കെ ഓരോരുത്തരായിട്ട് ഇതെങ്ങനെ ഒരു മാനേജ് ചെയ്തൊന്നും എനിക്കറിയില്ല. പാണ്ഡ്യനെ അവിടുന്ന് പിടിച്ചു കൊണ്ടുപോകുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ പിന്നെ ഒരു മാരുതി പിന്നെ കാറില് പോകുമ്പോ ഒരു 5 മണിയായപ്പോഴത്തേക്ക് ആയിട്ടുണ്ടാവും. സമയം പോലീസ് വണ്ടികൾ വന്ന് ചേസ് ചെയ്തിട്ട് ഈ കാറിനെ തടയുന്നു. അപ്പോ അയാളാകെ അന്തംവിട്ടു, ഡ്രൈവർ. അപ്പോ PT ജോൺ അറസ്റ്റഡ് ആണ്. അപ്പൊ എന്തിനാണെന്ന് ചോദിക്കുന്നു. അവർക്കറിയില്ല. നിങ്ങൾ കയറാൻ പറഞ്ഞു. നമ്മളെ വണ്ടിയിൽ കയറ്റുമ്പോഴത്തേക്ക് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കുന്നു. ആരെ അറിയിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പിന്നെ വണ്ടിയിൽ കൊണ്ടുപോവാണ്. അന്നേരം ഒന്നും നമുക്കൊന്നും വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷേ എന്റെ ചോദ്യം, രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ക്ഷണിച്ചു വരുത്തിയ ഒരു ചർച്ചയ്ക്കിരുത്തി കേന്ദ്രത്തിലെ 3 മന്ത്രിമാരും സംസ്ഥാനത്തെ 3 മന്ത്രിമാരുമായി 4 മണിക്കൂർ, 10 മിനിറ്റ് അല്ല, 4 മണിക്കൂർ നീണ്ട ചർച്ച നടത്തി ആ ചർച്ചയിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്ന ആളുകളെ ഒരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ലോക്കപ്പ് ചെയ്ത് അതിനുശേഷം സെൻട്രൽ ജയിലിൽ അടച്ചത് എന്തിനാന്നുള്ളത് ഇതുവരെ അവർക്ക് പറയാൻ സാധിച്ചിട്ടില്ല. ഞാൻ എന്തിനാണ് ഇവർ ഞങ്ങളെ അറസ്റ്റ് ചെയ്തത്, എന്തിനാണ് ഞങ്ങളെ വിട്ടയച്ചത് എന്നത് ഒന്ന് ന്യായം പറയിക്കണമെന്ന് വിചാരിച്ച് സുപ്രീം കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ട് അതിനും ഇതുവരെ സാധിച്ചിട്ടില്ല. അതാണ് സ്വാഭാവികമായിട്ടും പോലീസ് നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇത് അറസ്റ്റ് രേഖപ്പെടുത്തണം, അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കണം, അതിനുശേഷം റിമാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്കെതിരെയുള്ള പ്രഥമദൃഷ്ട്യാ ഉള്ള ആരോപണങ്ങൾ എന്നുള്ളത് രേഖപ്പെടുത്തണം. ഇത്തരം നടപടിക്രമങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? അതൊക്കെ ചെയ്തതിന് ശേഷമാണോ നിങ്ങൾ ഈ പട്യാല ജയിലിലേക്ക് കൊണ്ടുപോയത്, സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയത്? അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല, ഒരു കുറ്റപത്രവും തയ്യാറാക്കിയിട്ടില്ല. ഞങ്ങളുടെ പിന്നെ പിടിച്ചത് എന്തിനാന്ന് നമുക്കറിയില്ല. ഞങ്ങളെ കൊണ്ട് ഈ കമാൻഡോ ട്രെയിനിങ് സെന്ററിൽ നിന്ന് രാത്രി 12:30 മണിയായപ്പോ അവരെഴുതി തയ്യാറാക്കിയ, പഞ്ചാബിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു കടലാസിന്റെ അടിയിൽ ഒപ്പിടിച്ചു. എല്ലാവരും ഒപ്പിട്ടു, ഞാൻ ഒപ്പിട്ടു. അപ്പൊ ഒപ്പിടുന്നതിന് മുമ്പ് ഞാൻ പഞ്ചാബ് നേതാക്കന്മാരോട് ചോദിച്ചു, എന്താ ഇവർ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്? അപ്പോ പഞ്ചാബ് നേതാക്കന്മാർ പറഞ്ഞ മറുപടി, നമ്മൾ പഞ്ചാബിന്റെ ക്രമസമാധാനം തകർക്കാനും ഇവിടെ കലാപങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുള്ളവരാണ്. അതുകൊണ്ട് ഒരു തടങ്കൽ മുൻകരുതൽ എന്ന നിലയിൽ നമ്മളെ തടവിൽ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ച് അവർ തടവിലാക്കുകയാണ് എന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ പഞ്ചാബികൾ പറഞ്ഞൊരു തമാശ, ഭാഗ്യത്തിന് രാജ്യദ്രോഹികൾ എന്ന് എഴുതിയിട്ടില്ല,
രാജ്യദ്രോഹികൾ എന്നും കൂടി എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ നമുക്ക് പുറത്തു തന്നെ വരാൻ പറ്റുണ്ടാവില്ലായിരുന്നു എന്ന് നമ്മുടെ പഞ്ചാബ് നേതാക്കന്മാർ പറഞ്ഞു. അപ്പൊ ഈ പിടിച്ച ചാർജ് എന്ന് പറയുന്നത് നമുക്കൊരു കടലാസം തന്നിട്ടില്ല, നമ്മുടെ ഒരു കോടതിയുടെ മുമ്പിൽ ഹാജരാക്കിയിട്ടില്ല, ഒരു ജഡ്ജിന്റെയും തീരുമാനമില്ല, ജയിലിൽ അടയ്ക്കാനുമില്ല. ജയിലിൽ നിന്ന് ഞാനും പാണ്ഡ്യനും പുറത്തു വന്നത് എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതോ തരത്തിൽ പാണ്ഡ്യൻ പിന്നെ ഇങ്ങനെ ജയിലിലാണ് എന്ന വിവരം തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അറിയുകയും സ്റ്റാലിൻ പഞ്ചാബ് മുഖ്യമന്ത്രിയോട് എന്തിനാണ് നിങ്ങൾ സൗത്ത് ഇന്ത്യൻ നേതാക്കന്മാരായിട്ടുള്ള കർഷക നേതാക്കന്മാരെയൊക്കെ ജയിലിലിരിക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചത്രേ. അതാണ്, അത് മാത്രമേ വിട്ടയക്കാനൊന്നും പുള്ളി പറഞ്ഞിട്ടില്ല. ഈ ചോദ്യം അദ്ദേഹം മാനോട് പിന്നെ പഞ്ചാബ് മുഖ്യമന്ത്രിയോട് സ്റ്റാലിൻ വിളിച്ച ഓൾ പാർട്ടി മീറ്റിങ്ങിന് ചെന്നപ്പോ ചെന്നൈയിൽ വെച്ച് ചോദിച്ചു എന്നാണ് ഞാൻ അറിയുന്നത്. അതുകൊണ്ടാവണം ചെന്നൈയിൽ നിന്ന് മാൻ തിരിച്ച് ചണ്ഡീഗഡിൽ എത്തുന്ന ഞങ്ങളുടെ റിലീസ് ഓർഡറിന് വേണ്ടിയിട്ടുള്ള പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുകയും അയാൾ രാവിലെ എത്തുന്നു, പക്ഷെ ഞങ്ങൾ രാത്രി 12:30 മണിക്കോ 1 മണിക്കോ മറ്റോ ഞങ്ങൾക്ക് റിലീസ് ഓർഡറുമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെത്തുകയാണ്, ജയിൽ ഉദ്യോഗസ്ഥന്മാരെത്തുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ റിലീസ് ചോദിച്ചിട്ടില്ല. ഈ എന്റെ കൂടെയുള്ള ആളുകൾ മുഴുവൻ ജയിലിൽ കിടക്കുമ്പോൾ ഞാനായിട്ട് പുറത്തു പോകാൻ തയ്യാറല്ല, എനിക്കങ്ങനെ പോകണ്ട. ഇവിടെ പിന്നെ ജഗദീഷ് സിംഗ് ജലേവാളും പന്തേർജി ഉൾപ്പെടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ജയിലിൽ കിടക്കുമ്പോൾ എനിക്ക് മാത്രമായിട്ട് ഒരു റിലീസ് ആവശ്യമില്ല, ഞാൻ പോയിട്ടില്ല, ഞാൻ പോവില്ല എന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ച് പ്രശ്നമായി. അപ്പോ ജയിൽ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ നേതാക്കന്മാരോട് പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു റിലീസ് ഓർഡർ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ റിലീസ് ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ ആ വന്ന ആളെ റിലീസ് ചെയ്ത് ജയിലിൽ നിന്ന് പുറത്താക്കിയേ പറ്റുള്ളൂ. ആ ആളെ പിന്നെ ഞങ്ങൾ ജയിലിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റൂല. അങ്ങനെ അത് വലിയ സംഘർഷത്തിന്റെ ലെവലിലൊക്കെ എത്തി. അവസാനം ഞങ്ങൾ നേതാക്കന്മാർ നിർബന്ധിച്ച് ഞാൻ അവസാനം ജയിലിൽ നിന്ന് പുറത്തു വരാൻ തയ്യാറായി. ഇപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് ബാക്കി നേതാക്കളെ മുഴുവൻ മോചിപ്പിക്കുകയും ചെയ്തു എന്ന് തോന്നുന്നല്ലോ. അപ്പൊ ഇത് ലീഗലി ഈ കോടതി മജിസ്ട്രേറ്റ് വൈദ്യപരിശോധന നടത്തുക, മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുക, ഏത് തരത്തിലുള്ള റിമാൻഡാണ് എന്ന് രേഖപ്പെടുത്തുക, ഇങ്ങനെയുള്ള യാതൊന്നും ഇല്ലാതെ പിന്നെ എങ്ങനെയാണ് ഇത് നടക്കുക? അപ്പൊ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യങ്ങളല്ലേ? അതെ, ഒരു സംഗതിയില്ല. ഇതിപ്പോ അതാ ഞാൻ പറഞ്ഞത്, പിന്നെ രാജ്യദ്രോഹം അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ സ്റ്റാൻ സ്വാമിയെ കൊണ്ടുപോയതുപോലെ, അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ അങ്ങനെ ആളുകൾ പലയിടത്തും കിടക്കുന്നില്ലേ, എത്രയോ ആളുകൾ എവിടെയൊക്കെ കിടക്കുന്നില്ലേ എന്നതുപോലെ നമ്മളും എവിടെയോ കിടക്കാമായിരുന്ന താണ് സംഗതി. കാരണം ഇത് അത്രയേ ഉള്ളൂ. കാരണം നിങ്ങളെ കോടതിയിലും ഹാജരാക്കണ്ട, നിങ്ങൾക്ക് ഒരു കടലാസം തരണ്ട, നിങ്ങൾ എന്താ കുറ്റം ചെയ്തിരിക്കുന്നത് നിങ്ങളെ ബോധ്യപ്പെടുത്തണ്ട, ഒന്നും വേണ്ട. അതിന് ഗൗരവം ഞാൻ പറയുന്നത്, ഒരു കേന്ദ്ര സർക്കാർ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ക്ഷണിച്ചു വരുത്തി ആ ചർച്ചയിൽ 4 മണിക്കൂർ ഈ കേന്ദ്ര മന്ത്രിമാരുമായി മുഖാമുഖം ചർച്ച നടത്തി അവിടുന്ന് പുറത്തിറങ്ങി വന്ന ആളുകളെ 1 മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്ത്, ഞാൻ ഈ അറസ്റ്റിന്റെ സമയത്ത് ഞാൻ ധരിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഈ പീയൂഷ് ഗോയലിനോട് കുറച്ച് കയർത്തിട്ടല്ല, ഞാനൊരു ഡിബേറ്റ് ലൈനിൽ തന്നെ കുറച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ സംസാരിച്ച് മൈക്രോ പറ്റോ അയാൾക്ക് എന്തോ ദേഷ്യം തോന്നിയിട്ട് അയാൾ എന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ചതായിരിക്കോ എന്ന് വരെ ഞാൻ ആലോചിച്ചു പോയി. ഞാൻ പറയുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഈ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ഉണ്ടായിരുന്ന പോലെ ഒരു കരുതൽ തടങ്കൽ ഒരുപക്ഷെ ആവർത്തിച്ചതാവാം എന്ന് വേണമെങ്കിൽ കരുതാം. പക്ഷേ ഇത് കർഷക സംഘടനകൾ എന്നുള്ള നിലയ്ക്ക്, ദീർഘകാലമായി സമരം ചെയ്യുന്ന സംഘടനകൾ എന്നുള്ള നിലയ്ക്ക്, ദീർഘകാലമായി ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന നേതാക്കൾ എന്നുള്ള നിലയ്ക്ക് ഇത് ചോദ്യം ചെയ്യേണ്ടതല്ലേ? അത് ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് കർഷക സംഘടനകൾ പോകുന്നുണ്ടോ? ഞാൻ അതിനു വേണ്ടി കഴിഞ്ഞ 2 ദിവസമായി ഡൽഹിയിലെ സുപ്രീം കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്ത് ഒരു ഫയൽ ചെയ്ത് ഒരു ഓർഡർ വാങ്ങിക്കാനായിട്ടുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെ വിജയിച്ചിട്ടില്ല. ഒരു പക്ഷെ നാളെ മറ്റന്നാൾ കൊണ്ട് ആവുമായിരിക്കാം. ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പഞ്ചാബ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ദുരുദ്ദേശം നമുക്ക് വളരെ ക്ലിയർ ആണ്. ഞങ്ങളെ അവിടെ പുറത്തു നിർത്തിക്കൊണ്ട് അവർക്ക് സമരപ്പന്തൽ അടിച്ചു പൊളിച്ച് തകർക്കാൻ കഴിയുമായിരുന്നില്ല. ഞങ്ങളുടെ സമരകേന്ദ്രങ്ങൾ അടിച്ചു പൊളിച്ചെങ്കിൽ ഞങ്ങളെ എല്ലാവരെയും പിടിച്ച് ജീർണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 28 ആളെ മാത്രമല്ലല്ലോ ജയിലാക്കിയത്. വ്യത്യസ്തങ്ങളായ ജയിലുകളിലായി 802 ആളുകൾ ജയിലിലുണ്ടായിരുന്നു.
ഈ ജയിലിൽ എനിക്കും പാണ്ഡ്യനും മാത്രമാണ് ഈ 25-ാം തീയതി ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയിട്ടുള്ളത്. ബാക്കിയുള്ളവരെല്ലാവരും പിന്നെ പുറത്തിറങ്ങുന്നത് 28-ാം തീയതിയാണ്. ഈ 19-ാം തീയതി മുതൽ 28-ാം തീയതി 29-ാം തീയതി പുറത്തിറങ്ങി വരുന്നത്. 29-ാം തീയതി വരെയുള്ള ഈ 10 ദിവസം ഈ ആളുകളെ എന്തിനു നിങ്ങൾ ഈ സെൻട്രൽ ജയിലുകളിൽ അടച്ചു എന്ന ചോദ്യം വളരെ പ്രസക്തമായി തന്നെ നമ്മൾ ഭരണകൂടത്തോടും പിന്നെ കോടതിയോടും നീതിന്യായ പീഠത്തോടും ചോദിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ എങ്ങനെയാണ് അവസാനം കേന്ദ്ര സർക്കാർ അവസാനം ഈ ഒറ്റ ഒരു കാര്യം കൂടി ചർച്ചയ്ക്ക് ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം. ഞാൻ പോകാൻ പറ്റും? ഈ അവസാനമായി ചോദിക്കുന്നത്, ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് സംയുക്ത കിസാൻ മോർച്ചയെ സംബന്ധിച്ചും കിസാൻ മസ്ദൂർ മോർച്ചയെ സംബന്ധിച്ചും ഒക്കെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇനി എന്താണ് കർഷക സംഘടനകൾ ആലോചിക്കുന്നത്? ഏത് വിധത്തിൽ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആലോചിക്കുന്നത്? ദില്ലി അതിർത്തിയിലേക്കുള്ള മാർച്ച് സംഘടനയുടെ അത് വീണ്ടും നടത്തുക, അല്ലെങ്കിൽ ദില്ലിയിലേക്ക് എത്തുക സമരവുമായി എന്നുള്ളത് കർഷക സംഘടനകളുടെ മുന്നിൽ ഇപ്പോഴും സജീവമായി ഉണ്ടോ? ദലേവാൾജിയുടെ ആരോഗ്യസ്ഥിതി മോശമായ ഘട്ടത്തിൽ തന്നെ സംയുക്ത കിസാൻ മോർച്ചയുടെ നേതാക്കന്മാർ അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹത്തോട് നിരാഹാരം അവസാനിപ്പിച്ച സമരം നമുക്ക് നടത്താം എന്ന രീതിയിൽ സംസാരിക്കുകയും എല്ലാവരും ഒന്നിച്ചു ചേർന്ന് സമരത്തിന്റെ സാധ്യതകളെ കുറിച്ചുള്ള ചർച്ചകളൊന്ന് ആരംഭിക്കുന്നുണ്ട്. ഇവിടെ ഒന്നെന്താ വെച്ചാൽ നമ്മള് ഈ മാതിരി ഒരു സമരത്തിൽ ആരെയും ഒഴിവാക്കി നിർത്തുക എന്ന് പറയുന്ന ഒരു സംഗതി അല്ല. പക്ഷെ വന്നു ചേരണമെന്ന് തീരുമാനിച്ചാൽ മാത്രമേ ആ സമരത്തിനകത്ത് വന്ന് ചേർന്ന് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പൊ SKM ഈ സമരത്തിന്റെ തുടക്കം മുതൽ അതിനകത്ത് വന്ന് ചേർന്നിരുന്നില്ല. അത് സ്വാഭാവികമായി ഞാൻ മനസ്സിലാക്കുന്നത് പഞ്ചാബിലായത്തുണ്ടായ പ്രശ്നങ്ങളുടെ ജോവാളിന് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, ഇവർ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. എന്തായാലും ഞങ്ങളുടെ അറസ്റ്റും ജയിൽ ജീവിതവും ഞങ്ങളെ ജയിലിൽ നിന്ന് വിടുകയും ചെയ്ത് കഴിഞ്ഞതോടുകൂടി വളരെ ശക്തമായ രീതിയിൽ SKMന്റെ നേതൃത്വത്തിൽ പഞ്ചാബിൽ മാത്രമല്ല പലയിടങ്ങളിലും പിന്നെ ഞങ്ങളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചും ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ചുമുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധവും പ്രകടനവും നടന്നിട്ടുണ്ട്. രണ്ടാമത്തത് SKMഉം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തിന്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഒന്നിച്ചുള്ള സമര പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ചർച്ചകളും ആലോചനകളും നടന്നുകൊണ്ടിരിക്കുന്നു. ആ തരത്തിൽ മുന്നോട്ട് പോകും. ആ തരത്തിൽ നമ്മുടെ ലക്ഷ്യത്തിലെത്തുന്നത്, സമരം ആരംഭിക്കുമ്പോഴേ നമ്മുടെ പ്രഖ്യാപനം എന്ന് പറയുന്നത് എത്ര കാലം നീണ്ടു നിൽക്കേണ്ടി വന്നാലും ഉൽപാദന ചെലവിന് ആനുപാതികമായി മിനിമം സപ്പോർട്ട് പ്രൈസ് നിയമം മൂലം നടപ്പാക്കപ്പെടുന്നത് വരെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് രണ്ടാം കർഷക സമരവും ആരംഭിച്ചത്. അതുകൊണ്ട് ഇങ്ങനെ ജയിലിലിട്ടു എന്നുള്ളത് കൊണ്ടോ ഈ സമരകേന്ദ്രം അടിച്ചു പൊളിച്ചു എന്നുള്ളത് കൊണ്ടോ ഇത് അവസാനിക്കും എന്ന് ഭരണകൂടം വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ മൂഢസ്വപ്നത്തിൽ തന്നെയാണ് എന്ന് ഞാൻ പറയുകയാണ്. ഇതിലൊരു വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതൊക്കെ ഉണ്ടാവുമ്പോഴും നമ്മുടെ ഈ മധ്യവർഗ സമൂഹം അവർക്കിതൊന്നും ഒരു വിഷയമല്ല. അവരിവിടെ റോഡിന്റെ വീതി കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ വേറെ കുറെ സാധനങ്ങളുടെ ആഹ്ലാദത്തിലാണ്. മനുഷ്യന് തൊഴിലില്ലായ്മ എന്ന് പറയുന്നതിന്റെ ഭീകരത, വിലക്കയറ്റത്തിന്റെ അവസ്ഥ, നമ്മുടെ സാമ്പത്തിക അവസ്ഥ, ഇതൊക്കെ ഒരു നാട് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതങ്ങൾ ആദിവാസികളും ദളിതരും സാധാരണ കർഷകരും. ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ, 3 ഏക്കർ ഇഞ്ചി കൃഷി ചെയ്തു പോയി എന്നുള്ളതിന്റെ പേരിൽ പിന്നെ ഇപ്പോ ആത്മഹത്യ ചെയ്യാൻ നിർബന്ധിതനായി നിൽക്കുന്ന ഒരാളാണ്. എന്താ കാരണം വെച്ചാൽ, ഞാൻ ഇഞ്ചി കൃഷി തുടങ്ങുന്ന സമയത്ത് 100 കിലോ 60 കിലോ ഉള്ള ഇഞ്ചിക്ക് ഒരു ചാക്കിന് 7500 രൂപ വില. ആ ഇഞ്ചി കൃഷി ഞാൻ തുടങ്ങി 9 മാസം കൊണ്ട് അത് പിന്നെ പറിച്ചെടുത്ത് മാർക്കറ്റിൽ വിൽക്കാൻ നോക്കുമ്പോൾ 1500 രൂപയായിട്ട് ആ വില കുറഞ്ഞിരിക്കുന്നു. 7500 രൂപയിൽ നിന്ന് 60 കിലോ ചാക്കിന്റെ വില 1500-ഉം അതിന് താഴെയുമായിട്ട് കുറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ 60 കിലോ ഉള്ള ഇഞ്ചി ചാക്കിന് എനിക്ക് നഷ്ടം 6000 രൂപ. 3 ഏക്കർ കൃഷി ചെയ്യാൻ 15.5 ലക്ഷം രൂപ മുടക്കിയ എനിക്ക് 2 ലക്ഷം രൂപ ഈ ഇഞ്ചി വിറ്റ് കിട്ടുന്നു. 13.5 ലക്ഷം രൂപ നഷ്ടം. 13.5 ലക്ഷം രൂപ ഒരു വർഷം കൃഷി ചെയ്തതിന്റെ പേരിൽ നഷ്ടപ്പെടുന്ന ഒരു കർഷകൻ
എങ്ങനെ ഈ നാട്ടിൽ ജീവിക്കും? ഈ ചോദ്യത്തിന് ഉത്തരമാണ് ഈ സമരം കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന്റെ ഉൽപാദന ചെലവെങ്കിലും കണക്കാക്കി അതിന്റെ വില നിശ്ചയിക്കണം. 7,500 രൂപയായിട്ട് 60 കിലോയുടെ വില വർദ്ധിപ്പിച്ചത് ആരാ എനിക്കറിയില്ല. അത് 1,500 രൂപയായിട്ട് താഴ്ത്തിയത് ആരാണ് അതും എനിക്കറിയില്ല. ഞാൻ ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന ഒരു കുറ്റം മാത്രമേ ചെയ്യുന്നുള്ളൂ, ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു കുറ്റം മാത്രമേ കൃഷിക്കാരൻ ചെയ്യുന്നുള്ളൂ. ആ കുറ്റത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് മനുഷ്യരെ കൊണ്ടെത്തിക്കുന്നു. ഇത്തവണ അത് ഇഞ്ചിക്കാണ് ഈ ദുരവസ്ഥയെങ്കിൽ അടുത്ത തവണ അത് നേന്ത്രക്കായക്കാവും. അതിൽ ഓരോ സ്ഥലത്തും അതാത് സ്ഥലങ്ങളിൽ കർഷകൻ ഈ ദുരിതം അനുഭവിക്കുകയാണ്. അതുകൊണ്ടാണ് മുഴുവൻ കാർഷികോൽപ്പന്നങ്ങൾക്കും ഉൽപാദന ചെലവ് നിങ്ങൾ തീരുമാനിച്ചോ. നിങ്ങൾക്കൊരു മെഷീനറിയുണ്ട്, സംവിധാനമുണ്ട്, കോസ്റ്റ് ഓഫ് ഇൻപുട്സ്. ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാനുള്ളതിന്റെ ചെലവ് എത്രയാണെന്ന് കണക്കാക്കി അതിന്റെ മുകളിൽ 50% കൂടുതൽ തരാനാണ് സ്വാമിനാഥൻ പറഞ്ഞിരിക്കുന്ന ശുപാർശ. 10 രൂപ എന്റെ ഇഞ്ചി ഉണ്ടാക്കാൻ ചെലവായിട്ടുണ്ടോ, എനിക്ക് 15 റുപ്യ കിട്ടുമെന്ന് ഗ്യാരണ്ടി ചെയ്യും ഭരണകൂടം. അങ്ങനെ ഗ്യാരണ്ടി ചെയ്യുമ്പോ നമ്മുടെ നാട്ടിൽ ഒരു സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ഉണ്ടാവും. കർഷകൻ അനാവശ്യമായി ഫെർട്ടിലൈസറും കെമിക്കലും പെസ്റ്റിസൈഡും ഹെർബിസൈഡും വീഡിസൈഡും ഒക്കെ അടിച്ചിട്ട് എത്രയെങ്കിലും ഉണ്ടാക്കട്ടെ എന്ന് ശ്രമിക്കില്ല. അവൻ ഉണ്ടാക്കുന്ന സാധനത്തിന് ന്യായ വില കിട്ടുമെന്ന് വരുമ്പോ അവൻ ഭൂമിയും വെള്ളവും വായുവും ഒക്കെ മലീമസമാക്കാതെ, മനുഷ്യന്റെ ആരോഗ്യം തകരാറാക്കാതെ ഒരു നിലനിൽക്കുന്ന കാർഷിക സംസ്കാരം ഉണ്ടാക്കിയെടുക്കും. ഇതാ സ്വാമിനാഥൻ പറഞ്ഞിട്ടുള്ളത്. സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിന് നിങ്ങൾ കൃഷിക്കാരൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് ന്യായമായ വില കിട്ടും എന്ന് അവന് ഉറപ്പ് കൊടുക്കുക. ഇന്ന് ആ ഉറപ്പില്ലായ്മയാണ് ഈ മധ്യവർഗ സമൂഹത്തിന്റെ പ്രശ്നം, ദരിദ്രന്റെ പ്രശ്നം. നമ്മുടെ ജീവിതത്തിൽ സർവസ്വവും ഇല്ലാതായി നശിച്ച് നാറാണത്ത് കല്ല് കെട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞ ബേജാറിനകത്ത് ഏതെങ്കിലും ദൈവങ്ങളുടെയും ഏതെങ്കിലും ജാതീയതയുടെയും വർഗീയതയുടെയും ഒക്കെ കയ്യിൽ നമ്മൾ ചെന്ന് പെടുകയാണ്. നിങ്ങൾക്ക് സുരക്ഷിതത്വം ഇല്ല, നിങ്ങൾക്ക് ഒരു തരത്തിലും സുരക്ഷിതത്വം ഇല്ല എന്നൊരവസ്ഥയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ സുരക്ഷിതത്വമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾക്കും സുരക്ഷിതമായി നിങ്ങൾ 1 ലക്ഷവും 2 ലക്ഷവും 5 ലക്ഷവുമുള്ള വരുമാനക്കാരന്റെ സംരക്ഷണത്തിനും അവർക്ക് സൗകര്യങ്ങൾക്കും വർദ്ധിപ്പിക്കുമ്പോൾ ഞങ്ങൾ സുരക്ഷിതരായി ജീവിക്കാൻ, അധ്വാനിച്ച് ജീവിക്കാനുള്ള സാഹചര്യം, അതാണ് MSPയിലൂടെ ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്. വളരെ നന്ദി ശ്രീ പി ടി ജോൺ ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിന്. കർഷകരുടെ സംഘടനകൾ അവരുടെ ഉന്നയിച്ച ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സമരം കുറെ കൂടെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ശ്രീ പി ടി ജോൺ. ജയിലിൽ അടച്ചതുകൊണ്ടോ സമര വേദികൾ തകർത്തതുകൊണ്ടോ അവിടെ ഉണ്ടാക്കിയ അവരെ ദീർഘനാളായി സമരം ചെയ്യുന്ന കർഷകർ അവിടെ കെട്ടിയുണ്ടാക്കിയ സംവിധാനങ്ങളൊക്കെ അടിച്ചു തകർത്തതുകൊണ്ടോ ഈ സമരം തളരില്ല എന്നുകൂടി അദ്ദേഹം പ്രതീക്ഷയും പ്രത്യാശയും ഉറപ്പും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ അദ്ദേഹം ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം അവശേഷിക്കുന്നുണ്ട്. എന്ത് കാരണത്താലാണ് കേന്ദ്രമന്ത്രിമാരുമായുള്ള ചർച്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ നേതാക്കളെ, കർഷക സംഘടനകളുടെ നേതാക്കളെ അറസ്റ്റ് ചെയ്തത്? ഏത് നിയമപ്രകാരമാണ് അവർ അറസ്റ്റ് ചെയ്തത്? എന്തുകൊണ്ടാണ് അവരെ മജിസ്ട്രേറ്റിന് മുമ്പിൽ പോലും ഹാജരാക്കാതെ അനധികൃതമായി ജയിലിലടച്ച്? ഇതിനൊക്കെ ഉത്തരം പറയേണ്ട ബാധ്യതയുണ്ട് ഭരണകൂടത്തിന്. അത് വളരെ പ്രധാനവുമാണ്. ഒരിക്കൽ കൂടി പി ടി ജോണിന് നന്ദി അറിയിക്കുന്നു. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.